ഹലോ എവരിവൺ. കാളനില്ലാതെ എന്ത് ഓണസദ്യയല്ലേ. കുറച്ച് ചേനയും നമ്മുടെ ഏത്തക്ക ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല നാടൻ കാളൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പച്ച നേന്ത്രക്കായയും അതായത് ഏത്തക്കയും ഒരു ചെറിയ പോർഷൻ ചേനയും ഞാൻ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ഏത്തക്കയൊക്കെ കറി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ വരെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഏത്തക്കയൊക്കെ കറുത്ത് പോകുന്ന പുറത്തൊക്കെ ആ ഒരു കറുപ്പ് വരില്ലേ, അതൊന്ന് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഏത്തക്കയും ചേനയും ഒരു പാനിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന ചേനയുടെയും ഏത്തക്കയുടെയും അളവനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചേനയും ഏത്തക്കയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസ് വേവുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ട ഒരു അരപ്പ് കൂടി തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് മുഴുവനേ ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ. ഏകദേശം ഒരു 10 മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. നല്ല രീതിയിൽ നല്ലൊരു പേസ്റ്റ് ഫോമിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ചേനയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പെല്ലാം വെജിറ്റബിൾസിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരണം, ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെയാണ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിനി ആഡ് ചെയ്യേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ തൈരൊന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതിനായിട്ട് ഞാൻ 3/4 കപ്പ് തൈര് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചൊരു ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈരും ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ലെവലിലോട്ട് എത്തിക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫ്ലെയിം വെക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ട താളിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വേറെ ഒരു എണ്ണയും യൂസ് ചെയ്യരുത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും വറ്റൽമുളക്, കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്ത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്താൽ സംഭവം കഴിഞ്ഞു. നല്ല നാടൻ കാളൻ, നമ്മുടെ സദ്യയ്ക്ക് പറ്റിയ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വരുന്ന ദിവസങ്ങളിൽ വേറെ സദ്യയുടെ ഐറ്റംസും ബാക്കി എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ മൈ അനദർ വീഡിയോ. See you. Bye bye.